ഹായ് ഹലോ. കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ അച്ഛമ്മയുടെ നാടായ മച്ചാട്ടേക്ക് പോവുകയാണ്. അപ്പം മച്ചാട്ടത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സാധാരണ എല്ലാ യാത്രയിലും ചേട്ടൻ കൂടി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ ചേട്ടനില്ല. ചേട്ടന് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞാനും പൊന്നനും അച്ഛനും അമ്മയും കൂടിയാണ് പോയത്. സോ ഞങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വെൽക്കം ടു അവർ ചാനൽ അവർ ചാമിങ് സൺഷൈൻ. പണ്ട് അച്ഛമ്മയുടെ കൂടെയാണ് അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോവാറ്. പിന്നെ സ്കൂളൊക്കെ ആയി ലീവൊന്നും എടുത്തിട്ട് അങ്ങനെ പോവാറും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛമ്മ മരിച്ചു, 5 വർഷമായി. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും മച്ചാട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ആർക്കും എന്നെ വലിയ പരിചയമില്ല, പറഞ്ഞറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെയും കൂടി കൊണ്ടാണ് പോകുന്നതും. ഞങ്ങൾ രാവിലെ നേരത്തെ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അവൾ എണീക്കാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഉച്ചയായി. അപ്പോൾ അവിടെ ചെന്നാൽ കുറേ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്. എല്ലാവരുടെ വീട്ടിലും പോയി വരുമ്പോഴേക്കും ഉത്സവം കാണാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ ഒരാളുടെ വീട് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. ബാക്കിയുള്ളവർക്ക് വിഷമാവില്ലേ. എന്നാലും ഞങ്ങൾ ഒരുവിധമൊക്കെ പോയി എന്ന് പറയാം. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെന്നോടനെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് ആണ് പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോയത്. തൊഴുത് കഴിഞ്ഞ് അങ്ങനെ പൂരപ്പറമ്പിലൂടെയൊക്കെ ഒന്ന് നടക്കണതിൻ്റെ ഇടയ്ക്ക് അച്ഛനൊരു ലോട്ടറിയൊക്കെ എടുത്തു. ഇപ്പോൾ പൂരപ്പറമ്പൊക്കെ ഒരു തിരക്ക് കുറവൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഉത്സവം തുടങ്ങി വൈകിട്ട് ആവുമ്പോഴേക്കും നല്ല തിരക്കാവും. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് നുറുക്കൊക്കെ വാങ്ങി, അതുപോലെ തന്നെ പൊന്നിന് വളയൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അതിനൊന്നും പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പൂരപ്പറമ്പിലെ ഒരു നടത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് നേരെ ഉച്ചയായതുകൊണ്ട് സദ്യ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങി. തൊട്ട് ബാക്കിൽ തന്നെയാണ് പാടം. അപ്പോൾ പാടത്തു കൂടിയാണ് കുതിരകൾ കയറി വരിക, അമ്പലത്തിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ നിന്നാൽ മതി കുതിരകൾ വരുന്നത് കാണാൻ. അപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു, എന്നാലാണ് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് നീങ്ങി നിന്നിട്ട് കുതിരകളുടെ വരവൊക്കെ വീഡിയോയിൽ പകർത്തി. എനിക്കങ്ങനെ മാമാങ്കത്തിൻ്റെ ഐതിഹ്യമൊന്നും അറിയില്ല. പക്ഷേ ഈ കുതിരകളൊക്കെ ഓരോ ദേശങ്ങളിലെ ഒന്നറിയാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഇത്ര അടുത്ത് ഇങ്ങനെ കാണുന്നത്. പിന്നെ പണ്ടൊക്കെ വന്നു എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലല്ലേ, അതൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇത്രയ്ക്കും കറക്റ്റ് ക്ലിയറൊക്കെ ആയിട്ട് കാണുന്നതൊക്കെ.
കുതിര പോയതിന് ശേഷം ഞങ്ങൾ ബാക്കി എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി. കാരണം നമ്മൾ കുതിരയുടെ ഒപ്പം അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ വീട്ടിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ആ നേരത്തെ ഇവളേനെയും കൊണ്ട് പോകാനും എളുപ്പമല്ല. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയതിന് ശേഷം പിന്നെ വൈകിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. അപ്പോഴേക്കും പിന്നെ അമ്പലത്തിലേക്ക് കടക്കാൻ പറ്റില്ല, അത്ര തിരക്കായി. താഴെ എവിടെയും നിൽക്കാൻ പറ്റില്ല. കാരണം ഇവളേനെ എടുത്ത് എനിക്ക് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കമ്മിറ്റിക്കാരുടെ ഓഫീസാന്ന് തോന്നുന്നു അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ കയറി നിന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ കറക്റ്റ് അമ്പലത്തിന് ചുറ്റും കുതിരകൾ വലം വയ്ക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എല്ലാം എടുത്തത്. പിന്നെ ഇവിടെ അടുത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. ഞാൻ അവളെയും കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ അമ്പലത്തിൽ വന്നിട്ട് വിളിക്കാൻ നോക്കിയപ്പോൾ അമ്പലത്തിൽ റേഞ്ച് ഭയങ്കര കുറവായിരുന്നു. അവളെ കാണാനും പറ്റിയില്ല, ഒന്ന് വിളിക്കാനും പറ്റിയില്ല. അപ്പോൾ അവളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു.
ശേഷം വൈകിട്ട് MG ശ്രീകുമാറിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോഴേക്കൊക്കെ ഭയങ്കര തിരക്കായി. ഞങ്ങൾ പിന്നെ അധികം നേരം നിന്നില്ല. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ലേറ്റ് ആവില്ലേ. പിന്നെ അവൾ ഭയങ്കര വാശിയായതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് പോന്നു. ഒരു ദിവസത്തെ ഞങ്ങളുടെ മച്ചാടി യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. ഇനിയും കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുഴുവനായിട്ട് ആരുടെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. എല്ലാവരും ഇന്നൊരു ദിവസം അവിടെ നിന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ നിൽക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരു ദിവസം അവിടെ നിൽക്കുകയാണെങ്കിൽ പിറ്റത്തെ ദിവസം കുതിരകളൊക്കെ തിരിച്ചു പോകുന്നതും കൂടി കഴിഞ്ഞ് അങ്ങനെ പോരായിരുന്നു. പക്ഷെ അതിന് നിന്നില്ല. ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങളുടെ മച്ചാടി യാത്രയും മച്ചാട് മാമാങ്കവും എല്ലാവരും കണ്ടു, എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ എവ്രി വൺ ഹു ആർ സപ്പോർട്ടിങ് അസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ. സി യു.